ഫസ്റ്റ് വൺ എന്ന് പറയണത് എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പല ആൾക്കാരും വിചാരിക്കുന്നത് ഇൻട്രോവേർഡ്സിന് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടെന്നാണ്. ഇല്ല, എല്ലാവരുടെ മുന്നിൽ ഒരു സ്റ്റാർ ആകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. രണ്ടും രണ്ടാണ്, എക്സ്ട്രീം തന്നെ രണ്ടാണത്. ഈ വീഡിയോയിൽ നമ്മൾ സോഷ്യൽ ആങ്സൈറ്റിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളാണ് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ സമ്മതിക്കാത്ത. അവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ എൻ്റെ ലുക്ക് പോരല്ലേ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അത്രയും നല്ല രീതിയിൽ സംസാരിക്കാനൊന്നും അറിയില്ലല്ലോ, അപ്പോൾ അവരെന്നെ ജഡ്ജ് ചെയ്യില്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് മാറ്റിയിട്ട് ഒരു പോസിറ്റീവായിട്ട് അതിനെ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അവരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, കാരണം ഞാൻ എൻ്റെ ലേണിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്, ഇതെനിക്ക് ഓക്കെയാണ് എന്നുള്ളത് പറയാം. ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, അതെന്താണോ നീ ചെയ്തത് ശരിയായില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, അയ്യോ നിനക്ക് ഭയങ്കര പേടിയാണോ എന്നൊക്കെ പറഞ്ഞെന്നിരിക്കട്ടെ, തളരരുത്. ഓക്കെ, അപ്പോൾ മനസ്സിൽ പറയുക, അവർക്ക് എന്തറിയാം എന്നെ പറ്റി. ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്നില്ലേ, എനിക്ക് നിൽക്കാൻ പറ്റിയത് തന്നെ ഞാൻ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരാളുടെ കുറ്റം പറയുന്നതിലൂടെ അവർ താഴോട്ടാണ് പോകുന്നത് എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക. എന്ത് നെഗറ്റീവ് ചിന്ത ആ സമയത്ത് വന്നാലും അതിനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിൽ. എനിക്കിത് പറ്റും, ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളത് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഉള്ളിൽ ഉറക്കെ എന്നല്ല പറയേണ്ടത്, ഉള്ളിൽ അത് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പറ്റും ഇതെനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയുക. അവരെന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കുക. ആരെങ്കിലും നമ്മളെന്തെങ്കിലും പറഞ്ഞാലോ പുച്ഛിക്കോ എന്തെങ്കിലും ചെയ്താലും മൈൻഡ് ചെയ്യണ്ട. അവരുടെ വാല്യൂ ആണ് ആക്ച്വലി അവിടെ കുറയുന്നത്, നിങ്ങളുടെ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ ലൈഫിലെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനായിട്ട്. എസ്പെഷ്യലി സ്റ്റേജിലൊക്കെ കയറുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പേടിയാണ്. പക്ഷേ എൻ്റെ ഒരു പ്രൊഫഷൻ വെച്ചിട്ട് എനിക്ക് സ്റ്റേജിൽ കയറാതിരിക്കാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും ഒന്ന് സ്പീച്ചോ എന്തെങ്കിലും ഒന്ന് ഡെലിവർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതായത് ഇവൻ്റൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഈ പേടിയുള്ള പല ആൾക്കാരും മാറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർ ചെറിയ സ്ക്രിപ്റ്റൊക്കെ എഴുതി പതിയെ അത് ചെയ്ത് നോക്കുക. നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് നോക്കണം. അത് വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമല്ലേ, അത് നമ്മൾ ചെയ്തങ്ങ് നോക്കണം. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ പേടിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കഴിയുമ്പോൾ ആ പേടി അങ്ങ് മാറും. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ലൈഫിൽ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ആരെയും നോക്കണ്ട, നിങ്ങളിത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള അത് ഉറപ്പിക്കുക. ഓക്കെ, എൻ്റെ ലൈഫിൽ ഞാൻ പതിയെ സ്റ്റെപ്പുകൾ എടുത്തപ്പോഴാണ് എനിക്ക് മാറ്റം വന്നത്. ഒറ്റയടിക്ക് ഞാൻ ആദ്യമേ വന്ന് സ്റ്റേജിൽ കയറി സംസാരിച്ച ആളല്ല, അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ സംസാരിച്ചിട്ടുള്ള ഒരാളല്ല, ക്ലാസ് എടുത്തിട്ടുള്ള ഒരാളല്ല. ഞാൻ അതിൻ്റെ പിന്നിൽ കുറേ പ്രിപ്പറേഷൻ ചെയ്ത് കുറേ ബുദ്ധിമുട്ടി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്, നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒന്നിനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു വീക്ക്നെസ് ഉണ്ടെന്നും പറഞ്ഞാൽ ഒന്നിനും വേണ്ടിയിട്ടോ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കരുത്. ചെയ്യണം. ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ നമുക്കെല്ലാവർക്കും. അത് ചെയ്യാതെ നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, എന്നാലും ഒന്ന് ചെയ്ത് നോക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഈ ഒരു പ്രായത്തിൽ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പല ആൾക്കാരും പറയുക പോലും ഇല്ല നമുക്ക് ഈ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടെന്ന്. വീടിന് പുറത്തിറങ്ങാതെ അങ്ങ് ഇരിക്കും, എന്നിട്ട് പറയും ഇതാണ് എൻ്റെ കംഫോർട്ട് സോൺ, ഞാൻ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഉള്ളിൽ പേടിയാണ്, തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ അറിയുമോ എന്നുള്ള പേടിയായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഇത് സൈലൻ്റ് ആയിട്ട് ആണെങ്കിൽ കൂടി ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൂളൊക്കെ യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ജീവിതത്തിൽ സക്സസ് ആവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സോഷ്യൽ ആങ്സൈറ്റി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നിങ്ങളുടെ ലൈഫിൽ, എന്തൊക്കെ സ്ട്രഗിളാണ് നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.